ഇപ്പൊ സെൻജിന്റെ അമ്മയും പെട്ടെന്ന് വീട്ടിലേക്ക് വന്ന ഉടനെ അവൻ പേടിച്ചിട്ട് അവളുടെ റൂമിൽ ചെന്ന് പതുങ്ങിയിരിക്കും. അങ്ങനെ അതിനുശേഷം അവളുടെ അമ്മ ഇവളോട് സംസാരിച്ചോണ്ട് ഈ വീടൊക്കെ ഒന്ന് വൃത്തിയാക്കിട്ട് വരാമെന്ന് പറയുമ്പോൾ അവള് പേടിച്ചിട്ട് അതിന്റെ ഒന്നും ആവശ്യമില്ല, അവൾ ചെയ്തോളം പറയും. അപ്പോഴാണ് അമ്മയും വൃത്തിയാക്കുന്നവള് മുമ്പേ ചെയ്യത്തില്ലായിരുന്നെന്ന് പറഞ്ഞ് ഇവരാദ്യം തന്നെ അവളുടെ റൂം ക്ലീൻ ചെയ്യാൻ വേണ്ടി പോകും. അതുകൊണ്ട് സെൻജിങ് മൊത്തത്തിൽ പേടിച്ചായിരിക്കുന്ന അവനെ കണ്ട മൊത്തത്തിൽ പെട്ടുവന്ന്. പക്ഷെ പിന്നീട് അവിടെ ചെല്ലുമ്പോൾ അവനാണ് അവിടെ കാണത്തില്ല. അതുകൊണ്ട് അവളും അമ്മ ഒരു സെക്കൻഡ് പറഞ്ഞയച്ചിട്ട് ഇവൻ അവിടെ പോയി നിറഞ്ഞ് അന്വേഷിച്ച് നോക്കുമ്പോൾ അവൻ ഡ്രസ്സ് വയ്ക്കുന്ന സ്ഥലത്ത് ഇങ്ങനെ പതിയെ പതുങ്ങിയിരിക്കും. ഇത് കണ്ട് അവൾക്കാണ് ചിരി വന്നിട്ട് അവനെ തന്നെ നോക്കുമ്പോൾ തന്നെ ഇവൻ അടുത്തേക്ക് അടുപ്പിച്ചിട്ട് അവളുടെ റൊമാൻസ് ചെയ്തോണ്ടിരിക്കും. അപ്പോഴാണ് പെട്ടെന്ന് അമ്മ അവിടേക്ക് വന്നിട്ട് ഇവൾ കുറെ സമയത്ത് ഇവിടെ എന്തോ ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ അവള് ടെൻഷനായി ഞാൻ ചുമ്മാ ഇവിടെ നിൽക്കുമായിരുന്നു അമ്മയെന്ന് പറഞ്ഞ് അവള് വാതിലടിച്ചിട്ട് അവിടെ നിന്ന് പോകും. അങ്ങനെ ആ സമയത്താണ് ഇവനും ഇപ്പൊ നടന്നേക്ക് ആലോചിച്ച് ചിരിച്ചോണ്ട് അവൻ നോക്കുമ്പോൾ അവളുടെ ഷർട്ടിലെ ബട്ടൺസ് ആണ് പൊട്ടിപ്പോയി കാണും. അതുകൊണ്ട് തന്നെ ഇപ്പൊ അവളുടെ അമ്മയും ഇവളുടെ ഡ്രസ്സ് കണ്ടിട്ട് ഇതിനകത്ത് എന്തോ ബട്ടൺസ് ഇല്ലാത്തെന്ന് പറഞ്ഞ് അവരിപ്പോ തയ്ച്ചുതരാന്ന് പറയുമ്പോൾ അവൾ അതൊന്നും വേണ്ടെന്ന് പറഞ്ഞിട്ട് അവൾ പിന്നീട് അതൊക്കെ തയ്ച്ചോളെന്ന് പറയും. കൂടാതെ ഇപ്പൊ ഒരു ഫ്രണ്ടിനെ കാണാൻ വേണ്ടി പോവാ, അതുകൊണ്ട് അമ്മ ഒന്ന് പോയി തരാമെന്ന് പറഞ്ഞ് ചോദിക്കുമ്പോൾ അവളുടെ അമ്മയും എങ്കിൽ പിന്നെ ഫ്രണ്ടിനെ കാണാൻ നീ പോയിക്കോ, ഞാൻ വീട്ടിൽ ഇരുന്ന നിനക്കും തോടി കുഴപ്പമെന്ന് പറഞ്ഞ് അവരവിടെ തന്നെ സെറ്റിലാകാൻ നോക്കും. അതുകൊണ്ട് തന്നെ അവള് മേടിച്ചിട്ട് സോറിമേ ഞാൻ തെറ്റിച്ച് പറഞ്ഞു പോയി, എന്റെ ഫ്രണ്ട് വീട്ടിലേക്ക് വരുന്നെന്ന് പറഞ്ഞ് അവൾ എങ്ങനെയൊക്കെ പറഞ്ഞയക്കാൻ നോക്കും. അപ്പോഴാണ് അമ്മയും എങ്കിൽ പിന്നെ വീട്ടിൽ വരുന്ന വരട്ട്, നിങ്ങൾക്ക് ഞാൻ ഫുഡ് ഉണ്ടാക്കി വെക്കാം, അത് നിനക്കൊരു സഹായമല്ലേ എന്നിന് എന്ത് പറഞ്ഞാലും അമ്മ ലോക്ക് ഇടുമ്പോൾ തന്നെ അവരും കഴിക്കാൻ വേണ്ടി കയ്യേറിയിട്ട് വരാന്ന് പറഞ്ഞ് പെട്ടെന്ന് ഇവളുടെ റൂമിലേക്ക് ചെല്ലും. അതുകൊണ്ട് അവള് ചെറുതായിട്ട് പേടിച്ചിരിക്കുമ്പോൾ അവളുടെ അമ്മ അവിടെ ആണുങ്ങൾ യൂസ് ചെയ്യുന്ന ഫേസ് ക്രീം ഒക്കെ ഉള്ളത് കണ്ടിട്ട് മിക്കവാറും ഡോക്ടർ ലൂ ആയിരിക്കും കാണാൻ വരുന്നെന്ന് വിചാരിച്ച് അവൾ തെറ്റിയിരിക്കും. അങ്ങനെ അതുകൊണ്ട് പുറത്തേക്ക് വന്നിട്ട് നിന്റെ ഫ്രണ്ട് വരാണെങ്കിൽ ഞാൻ ഡിസ്റ്റർബ് ചെയ്യുന്നില്ലെന്ന് പറഞ്ഞ് അമ്മയും ഡോക്ടർ ലൂവിന്റെ കൂടെ സെറ്റ് ചെയ്യുന്നൊക്കെ വിചാരിച്ച് അവിടെ നിന്ന് പോകും. പക്ഷെ അകത്തുള്ളത് ലീവോ എന്ന് അറിയത്തില്ല. അങ്ങനെ അതിനുശേഷം അമ്മോയെ കാര്യം അറിഞ്ഞ് ലീവോ പുറത്തേക്ക് ഇറങ്ങി വരുമ്പം ഇവളും പെട്ടെന്നായതുകൊണ്ട് ഇവൾക്ക് എന്താണെന്ന് അറിയാത്തോണ്ട് ഇവൻ റൂമിയാക്കിയതെന്ന് പറഞ്ഞ് സോറി പറയും. അപ്പോഴാണ് അവനും എങ്കിൽ പിന്നെ അമ്മ അറിഞ്ഞ പോലെ പ്രശ്നമെന്ന് ചോദിക്കുമ്പം ഇവളാണ് തീർച്ചയായിട്ടും അമ്മ ഇതിന് സമ്മതിക്കത്തില്ലെന്ന് പറഞ്ഞ് ഇത്രയും വർഷം ഇവനും സ്വന്തം മോനായിട്ടാ കണ്ട, പക്ഷെ ഇപ്പൊ വന്ന് സ്വന്തം മകളെ പ്രണയിക്കുമെന്ന് പറഞ്ഞ് അവർക്ക് എങ്ങനെ ഇരിക്കും എന്ന് പറഞ്ഞ് അവരെന്തായാലും സമ്മതിക്കാൻ കുറച്ച് സമയം എടുക്കുമെന്ന് പറയുമ്പോൾ അവനും കുറച്ച് അപ്സെറ്റായി ഓക്കെ എന്ന് പറയും. പക്ഷെ എന്നിരുന്നാലും ഇതും കുറച്ച് ത്രില്ലായി എന്ന് പറഞ്ഞ് അവളുടെ ഒരു ചിരിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കും. അതിനുശേഷം അടുത്ത ദിവസം അവനും ബിസിനസ് ട്രിപ്പിന് പോകുമ്പം അവനെ സർപ്രൈസ് ചെയ്യാൻ വേണ്ടി സെൻജിങ് അവിടെ തന്നെ വന്ന് കാണും. അതുകൊണ്ട് അവൻ മൊത്തം ഷോക്കായി അവളെ കണ്ട് സന്തോഷത്തി അടുത്തേക്ക് ചെല്ലുമ്പം അവളാണ് സർപ്രൈസ് ആയെന്ന് ചോദിക്കും. അപ്പോഴാണ് അവനും ഇവളൊരു നൊട്ടും പ്രതീക്ഷയില്ല, ഇവൾക്കപ്പോൾ കമ്പനിയിൽ നിന്ന് പോകണ്ടായെന്ന് ചോദിക്കുമ്പോൾ അവൾ ഇവന്റെ പ്രസന്റേഷൻ കാണാൻ വേണ്ടി അവൾ ലീവ് എടുത്തിട്ട് വന്നേന്ന് പറയും. ഇതേ സമയം തന്നെ ഇവിടെ ചെന്നാണെ വന്ന സ്ഥലത്ത് വെച്ച് ടാവോയെ കണ്ടുമുട്ടും. അതുകൊണ്ട് അവനും ഹായ് ടാവോ എന്ന് അവിടെ നിന്ന് വിളിക്കുമ്പം ഇവളും പിന്നീട് അവനെ കണ്ട് അങ്ങോട്ടേക്ക് വിളിച്ചോണ്ട് പോയിട്ട് ആൾക്കാരെ ഫ്രണ്ടിൽ നീ ടാവോ എന്നിങ്ങനെ എന്റെ നിക് നെയിം വെച്ച് വിളിക്കാറാന്ന് പറഞ്ഞ് അവനെ പറഞ്ഞ് മനസ്സിലാക്കും. അപ്പോഴാണ് അവനും ഇവൾ വന്ന കാര്യം എന്താ പറയാത്തെന്ന് പറഞ്ഞ് അമ്മതി സർപ്രൈസ് ആയി പോയെന്ന് പറയുമ്പം ഇവളാണ് അതിന് വേണ്ടിയ അവൾ ഇങ്ങോട്ടേക്ക് വന്ന കാര്യം ഇവനോട് അറിയിക്കാത്തെന്ന് പറയും. അല്ലെങ്കിൽ എന്റെ ബോയ് ഫ്രണ്ട് റിയാക്ഷൻ എനിക്ക് കാണാൻ പറ്റുമായിരുന്നു ചോദിക്കുമ്പോൾ അവനെ സന്തോഷത്തി എങ്കിൽ പിന്നെ ഇവൾക്കും ജോലി ഇങ്ങോട്ടേക്ക് കിട്ടിയെങ്കിൽ ഇനി രണ്ടുപേർക്ക് കുറെ ടൈം സ്പെൻഡ് ചെയ്യാന്ന് പറഞ്ഞ് ഇവർ തമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കും. കാരണം ഇവരിപ്പോ ഒരു കപ്പിൾസ് ആയിട്ട് മാറി. അതിനുശേഷം ഇവിടെ രാത്രി സെൻജിങ്ങിനാണ് അവൾ ഇതിനു മുമ്പ് വർക്ക് ചെയ്ത ഒരു കസ്റ്റമറിന്റെ അടുത്തിരുന്ന് വെഡിങ് ഇൻവിറ്റേഷൻ വന്നാണ്. പക്ഷെ ആ കല്യാണത്തിന് ഇവളുടെ എക്സ് ഹസ്ബൻഡ് വരും എന്ന് വിചാരിച്ച് അവൾ പോകുന്നില്ലെന്ന് തീരുമാനിക്കുമ്പോൾ അടുത്തിരുന്ന് ലീവ് ആണ്, അയാളുണ്ടെന്ന് പറഞ്ഞ് ഇവളെന്തിനു പോകാതിരിക്കണം, ഇവൻ കൂടെ വന്ന് ബോയ് ഫ്രണ്ടായിട്ട് ഷോയെ കാണിക്കാന്ന് പറയും. അപ്പോഴാണ് അവളും അയാളുടെ ഫ്രണ്ടിക്ക് എന്തിനാ വെറുതെ ഷോ കാണിക്കുന്നതെന്ന് പറഞ്ഞ് എന്തായാലും പൈസ കൊടുത്ത് കല്യാണത്തിന് പോകാതിരുന്നാൽ മതി എന്ന് പറയും. അങ്ങനെ അതുകൊണ്ട് തന്നെ അവനും എങ്കിൽ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് അവന് വാഷ്റൂമിലേക്ക് പോകുമ്പോൾ ആ സമയത്ത് കല്യാണത്തിന് വിളിച്ച മറ്റവൾ ഫോൺ വിളിച്ചിട്ട് തീർച്ചയായിട്ടും കല്യാണത്തിന് വരണേന്ന് പറയും. അപ്പോഴാണ് അവളും ഇവൾക്ക് വരണമെന്നുണ്ട് പക്ഷെ ആ ദിവസം വരാൻ പറ്റില്ലെന്ന് ഉറപ്പില്ലെന്ന് പറയുമ്പോൾ ഇത് കേട്ട ആ ലേഡിയും തീർച്ചയായിട്ടും വന്നിരിക്കണം, എന്ത് റീസൺ പറഞ്ഞാൽ അവോയ്ഡ് ചെയ്യില്ലെന്ന് പറഞ്ഞ് കുറെ ഫോഴ്സ് ചെയ്യുമ്പോൾ തന്നെ സെൻജിങ് അവസാനം വരാൻ സമ്മതിക്കും. അതിനുശേഷം അടുത്ത ദിവസം ഇവിടെ കൂട്ടുകാരുടെ അമ്മയാണ് അവളെ കാണാൻ വേണ്ടി വീട്ടിൽ വന്ന് കാണും. പക്ഷെ ആ സമയത്താണ് അവരിപ്പോ കല്യാണം കഴിച്ച് അയാളുടെ മകന് എന്തോ സ്കൂളിൽ പ്രശ്നമായി ഇവരിപ്പോ അവിടേക്ക് പോകേണ്ട അവസ്ഥ വന്ന്. അതുകൊണ്ട് ഈ കാര്യം വന്ന് ഇവളോട് പറയുമ്പം ഇവള് വിഷമിച്ചിട്ട് അമ്മ എന്നെ വല്ലപ്പോഴേ കാണാൻ വരുന്നുള്ളു, എന്നിട്ട് അപ്പം തന്നെ ഇവിടുന്ന് പോകുവാണല്ലോ എന്ന് പറഞ്ഞ് ഇവള് വിഷമിച്ചൊക്കെ ചോദിക്കുമ്പം അമ്മയാണ് അവിടെ അങ്ങ് ആദ്യമില്ല, കൂടാതെ സ്കൂളിൽ നിന്ന് വിളിക്കുമെന്ന് പറഞ്ഞ് പയ്യൻ അവിടുത്തെ പിള്ളേരായിട്ട് അടിയുണ്ടാക്കി എന്തോ പ്രശ്നമായെന്ന് പറയും. അതുകൊണ്ട് പോയേ പറ്റത്തുള്ളൂ ഇവരിയ്ക്കുമ്പം ഇവളും സങ്കടത്തി എങ്കിൽ പിന്നെ അമ്മയ്ക്ക് പോണേ പോയിക്കോ, ഞാൻ നിങ്ങളെ തടഞ്ഞിരുത്തുന്നില്ല, നാളെ അച്ഛൻ മരിച്ച ദിവസം അറിഞ്ഞിട്ടും നിങ്ങൾ പോകുവാണല്ലേ എന്നിന് അവൾ അവിടെ നിന്ന് ഇറങ്ങിയ ഉടനെ അവളുടെ അമ്മയോടുള്ള ദേഷ്യത്തി അവൾ പുറത്ത് നിന്ന് കുറെ ഫുഡ് വാങ്ങിച്ച് കഴിച്ചുകൊണ്ടിരിക്കും. അപ്പോഴാണ് അതേസമയം അവിടേക്ക് വരുന്ന യാങ് ആണ് ഇവളെ കണ്ടാലും അവൻ കുറച്ച് ഡിസ്റ്റൻസ് ഇട്ട് തന്നെ ഇരിക്കും. കാരണം ഇവള് റിലേഷൻ സീരിയസ് ആയിട്ട് നോക്കുന്നില്ലെന്ന് അവൻ വിചാരിച്ചേക്കുന്നത്. പക്ഷെ എന്നിരുന്നാലും ഇവൾ അവിടെ വിഷമിച്ച് മനഃപൂർവ്വം കുറെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പം അടുത്തേക്ക് വന്നിട്ട് അവനും കുറച്ച് വെള്ളം കുടിക്കാൻ പറയും. എന്നിട്ട് പിന്നീട് അവൻ അങ്ങോട്ട് ചെന്നിരിക്കുമ്പം ഇവള് കുറെ കഴിച്ച് അവസാനം ബോധം കെട്ടങ്ങ് വീണു. അങ്ങനെ ഇത് കണ്ട് അവൻ പേടിച്ചിട്ട് അപ്പൊ തന്നെ അവൾ ചെന്ന് ആശുപത്രിയിലാക്കും. അതിനുശേഷം അവനും ഇവൾക്ക് ദേഷ്യമുണ്ട്, അത് ഇവളോടല്ല കാണിക്കേണ്ടതെന്ന് പറയുമ്പം അവളാണ് ഇവളോട് സംസാരിക്കത്തില്ലെന്ന് വിചാരിച്ചെന്ന് പറയും. അപ്പോഴാണ് അവനും പിന്നീടൊന്നും മിണ്ടാതിരിക്കുമ്പം അവൾ എന്തുകൊണ്ടാ വിഷമിച്ചിരിക്കുന്നതെന്ന് അവനോട് ആ കാര്യമൊക്കെ എടുത്തറിയും. വർഷത്തിൽ ഒരിക്കലും അവളുടെ അമ്മ വരത്തുള്ളൂ. പക്ഷെ അപ്പോഴൊക്കെ അവരുടെ വീട്ടുകാർ മനഃപൂർവ്വം ഫോഴ്സ് ചെയ്ത് വിളിച്ചോണ്ടോ എന്നറിഞ്ഞ് ഇവളുടെ അമ്മയ്ക്ക് അച്ഛൻ മരിച്ച ദിവസം പോലും ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കാൻ പോലും നിൽക്കുന്നില്ലെന്ന് പറയും. അങ്ങനെ ആ കാര്യം പറഞ്ഞ് അവൾ കരഞ്ഞുകൊണ്ടിരിക്കുമ്പം ഇത് കേട്ടിട്ട്
എന്നിട്ട് അവനും തീർച്ചയായിട്ടും ഇവളുടെ അമ്മ അങ്ങനെ വിചാരിച്ചു കാണത്തില്ല. ഇവളുടെ കൂടെ ഒരുമിച്ച് പ്രാർത്ഥിക്കാനായിരിക്കും അവർ ആഗ്രഹിച്ചിരുന്നത്. പക്ഷെ സിറ്റുവേഷൻ അങ്ങനെ ആയി കാണുമെന്ന് പറയും. പക്ഷെ അവളാണ് ഇത്രയും വർഷത്തിൽ ഒരിക്കൽ പോലും അമ്മ ഇവളുടെ കൂടെ വന്നിട്ടില്ലെന്ന് പറയുമ്പം യാങ്ങും ചിലപ്പോൾ ഇവളുടെ അച്ഛൻ മരിച്ച സംഭവം അമ്മയെ കൊണ്ട് മറക്കാൻ സാധിച്ചില്ലെന്ന് പറയും. അതുകൊണ്ടായിരിക്കും വരാത്തെന്ന് പറഞ്ഞ് ഇവളെ കുറച്ച് സമാധാനപ്പെടുത്തും. അങ്ങനെ അതുകൊണ്ട് തന്നെ അവൾ ഡിസ്ചാർജ് ആയതിനു ശേഷം ഇവളുടെ അമ്മയെ കണ്ടൊന്ന് പറഞ്ഞയക്കാൻ വേണ്ടി ചെല്ലും. അതുകൊണ്ട് തന്നെ അവർ സന്തോഷത്തിൽ ഇവളോട് സംസാരിച്ചിട്ട് അവരവിടെ നിന്ന് പോകും. അതിനുശേഷം അവൾ യാങ്ങിനെ ഫോൺ വിളിച്ച് ഇവളുടെ അച്ഛൻ അടക്കിയ സ്ഥലത്തേക്ക് ചെല്ലുമ്പം അവിടെ വെച്ചാണ് ഇവൾക്ക് മനസ്സിലാവുന്നത് ഇവളുടെ അമ്മ ഇതിനു മുമ്പ് വന്നിട്ട് പോയായിരുന്നെന്ന്. അങ്ങനെ അതുകൊണ്ട് തന്നെ അവൾ സങ്കടത്തി ഇവന്റെ കൂടെ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പം അവൻ അടുത്തിരുന്ന് അവളെ സമാധാനപ്പെടുത്തും. അങ്ങനെ അതിനുശേഷം ഇവിടെ സെൻജിങ് ആണ് അവൾക്കറിയാവുന്ന മറ്റേ ഫ്രണ്ടിന്റെ കല്യാണത്തിന് ചെല്ലുമ്പം അവിടെ വെച്ച് ഇവളുടെ എക്സ് ബോയ് ഫ്രണ്ടും കുറച്ച് ഷോയെ കാണിച്ച് അവനും ഒരു നല്ല ജീവൻ സെറ്റായി അതേപോലെ ഇവൾക്ക് ഒരെണ്ണം സെറ്റ് ആകണമെന്ന് ഒന്ന് പറയാൻ വേണ്ടി വന്നയാന്ന് പറയും. അപ്പോഴാണ് സെൻജിങ്ങും അങ്ങനെ ചുമ്മാ പറയേണ്ട ആവശ്യമൊന്നുമില്ല അവളെ നോക്കിക്കൊള്ളാൻ അവൾക്കറിയാന്ന് പറയുമ്പം ഇവനാണ് ചുമ്മാ എപ്പോഴും വർക്കിന്റെ പുറകെ പോകാതെ നല്ല ചെറുക്കന്മാരൊക്കെ സെറ്റാക്കെന്ന് പറഞ്ഞ് വേണേ അവൻ കുറച്ചൊരു ഒപ്പിച്ചേരാന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനെ ആ സമയത്താണ് അവിടേക്ക് ലീവ് വന്നിട്ട് അവന്റെ ഗേൾഫ്രണ്ടായിട്ട് എന്തോ സംസാരിക്കുന്നത് ചോദിക്കും. അങ്ങനെ അതോടെ ഇവൻ മൊത്തത്തിൽ ഷോക്കായി നിങ്ങൾ തമ്മിൽ എന്തോന്ന് പറഞ്ഞു ചോദിക്കുമ്പോൾ അവനും പറഞ്ഞു കൊടുക്കും ഇപ്പൊ അവർ രണ്ടുപേരും കൂടെ കപ്പിൾസ് ആണെന്ന്. അതുകൊണ്ട് തന്നെ അവനും ചമ്മിപ്പോയി അവിടെ നിന്ന് പോകും. എന്നിട്ട് ഇവിടെ കൂട്ടുകാരാണ് വീണ്ടും വിഷമിച്ചിരിക്കും. കാരണം ഇവളെ സമാധാനപ്പെടുത്താൻ മാത്രമേ യാങ് വന്നുള്ളൂ. പിന്നീട് ഇവളോട് നല്ല രീതിക്ക് സംസാരിക്കുന്നില്ല. അങ്ങനെ അതിന്റെ കാരണം എന്തോന്ന് ഇവളുടെ ഷോപ്പിൽ ജോലി ചെയ്യുന്ന ഫ്രണ്ടിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവൾ അപ്പോഴാണ് ഒരു കാര്യം ഓർത്തെടുത്ത് പറയുന്നത് ചിലപ്പോ അന്ന് ഇവള് ചുമ്മാ തമാശയ്ക്ക് അവന്റെ കൂടെ റിലേഷനിലുള്ളത് ടൈം പാസ് എന്ന് പറഞ്ഞ് അവനെന്ന് വന്നപ്പോ കേട്ട് കാണുന്നത്. അങ്ങനെ ഈ കാര്യം പറഞ്ഞു കൊടുക്കുമ്പോൾ തന്നെ കൂട്ടുകാരി ഷോക്കായി എങ്കിൽ പിന്നെ ഇതെന്താ അന്നേ പറയാത്തെന്ന് ചോദിക്കും. കാരണം ഇത് കാരണമാണ് അവൻ ദേഷ്യപ്പെട്ടെന്ന് അവൾക്ക് അറിയത്തില്ലായിരുന്നു. അതുകൊണ്ട് അടുത്ത ദിവസം രാവിലെ തന്നെ അവൻ വർക്ക് കഴിഞ്ഞിട്ട് തിരിച്ച് നാട്ടുകാരെന്ന് മനസ്സിലാക്കി ഇവൾ അവനെ പിക്കപ്പ് ചെയ്യാൻ വേണ്ടി ചെല്ലും. അങ്ങനെ അതുകൊണ്ട് അവന് സന്തോഷം ചെയ്ത് അവളുടെ കൂടെ പോകുമ്പോൾ ഇവളും ചുമ്മാ തമാശയ്ക്ക് പറഞ്ഞത് ഇവൻ സീരിയസ് ആയിട്ട് എടുത്തു കാണുമെന്ന് വിചാരിച്ച് അവൾ മനസ്സിലാക്കി കൊടുക്കാൻ പോകുമ്പോൾ തന്നെ അവൻ പെട്ടെന്ന് ഇവളുടെ കൂടെ സീരിയസ് ആയിട്ട് റിലേഷൻഷിപ്പ് ആകണമെന്ന് പറഞ്ഞ് അവൻ തന്നെ ചോദിക്കും. അങ്ങനെ അതുകൊണ്ട് ഇവർ തമ്മിലുള്ള പ്രശ്നമെല്ലാം തീർന്ന് ഇവരിപ്പോ വീണ്ടും ഒന്നേരും. ഇതേ സമയം തന്നെ ഇവിടെ സെൻജിങ്ങിന്റെ അമ്മയാണ് പുറത്തേക്ക് വന്നിട്ട് ടൈം പാസിന് മൊബൈൽ നോക്കിക്കൊണ്ടിരിക്കുമ്പം സെൻജിങ്ങിന്റെ കൂട്ടുകാരി ആ കല്യാണത്തിന് പോയി ഒരു ഫോട്ടോ എടുത്ത് പോസ്റ്റ് ചെയ്യും. അപ്പോഴാണ് ഇവരത് കാണുമ്പോൾ അതിനകത്ത് സെൻജിങ് ലീവും കൂടെ കൈകോർത്തിരിക്കുന്ന ഒരു ഫോട്ടോ അവളുടെ അമ്മയാണ് ഇപ്പൊ കാണും. അതുകൊണ്ട് അടുത്ത സെക്കൻഡ് തന്നെ ഈ ഫോട്ടോ എടുത്ത് അവളുടെ അച്ഛനോടും കൂടെ കാണിച്ചിട്ട് ഇവർ തമ്മിൽ എന്തോ ബന്ധമുണ്ടെന്ന് പറയുമ്പം അച്ഛനാണ് ചുമ്മാ ഒരു ഫോട്ടോ അല്ലേ ഇവർ ഒരുമിച്ച് നിൽക്കുന്ന എന്തോ തെറ്റും ചോദിക്കും. അപ്പോഴാണ് അമ്മയും അങ്ങനെയൊന്നുമല്ല ഇവർ കൈകോർത്തിരിക്കുക സത്യമായിട്ട് ഇവർ തമ്മിൽ എന്തോ ഉണ്ടെന്ന് അറിഞ്ഞിട്ട് അവരത് കണ്ടെത്താൻ വേണ്ടി തന്നെ വൈകിട്ട് തന്നെ വീട്ടിലേക്ക് പോകും. അതേസമയം ഡോർ ഇറക്കുന്ന ശബ്ദം കേട്ട് ലീവോ ആണ് സെൻജിങ്ങാന്ന് പറഞ്ഞ സന്തോഷത്തിൽ പുറത്തേക്ക് ചെന്ന് നോക്കുമ്പോൾ വന്നേക്കുന്ന അവളുടെ അമ്മയാണ്. അപ്പോഴാണ് അവർ ഇവനെ കണ്ടിട്ട് സെൻജിനെ കാണാൻ വേണ്ടി വന്നേന്ന് പറയുമ്പോൾ അവൻ അടുത്തേക്ക് ചെന്നിട്ട് എങ്കിൽ പിന്നെ ഡോർ ഓപ്പൺ ചെയ്യാൻ അവൻ ഹെൽപ്പ് ചെയ്യാൻ പറയും. അപ്പോഴാണ് അവൻ പെട്ടെന്ന് പാസ്വേഡ് ഇടുന്നുണ്ട്. അമ്മയും ഷോക്കായി പാസ്വേഡൊക്കെ അവന് ഓർമ്മയുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവനും അന്ന് പറഞ്ഞെടുത്ത് പാസ്വേഡ് മറന്നില്ലെന്ന് പറഞ്ഞ് അവരോട് അകത്തേക്ക് കയറി ചെല്ലും. അപ്പോഴാണ് അവളുടെ അമ്മയാണ് ആദ്യം ഈ ഡൗട്ട് ഒന്ന് ക്ലിയർ ആക്കണം എന്ന് പറഞ്ഞ് ഇതുവരെ ഇവന്റെ വീട് കണ്ടില്ലെന്ന് പറയുമ്പോൾ അവനെങ്കിൽ പിന്നെ കാണിച്ചു തരാന്ന് പറഞ്ഞിട്ട് അവനെ വിളിച്ചോണ്ട് അവന്റെ വീട്ടിലേക്ക് ചെല്ലും. അപ്പോഴാണ് അമ്മയും അവന്റെ വീട് ഫുള്ളും ചെക്ക് ചെയ്ത് നോക്കുമ്പം അവർക്കൊരു കാര്യം പിടിയിട്ടും അവളുടെ ബട്ടൺസ് ഇല്ലാത്ത ഷർട്ട് ഇപ്പൊ ഇവിടെ ഉള്ളേന്ന്. അതിനർത്ഥം ഇവർ തമ്മിൽ കപ്പിൾസ് ആയെന്ന് അവർക്ക് ഉറപ്പായി. അതുകൊണ്ട് വീട്ടിലേക്ക് വന്ന് സെൻജിങ്ങിനോട് ദേഷ്യത്തി ഇവൾ എന്തോ വിചാരിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞ് ഇവളെക്കാൾ പ്രായം കുറഞ്ഞ ഒരുത്തനെയാണോ കല്യാണം കഴിക്കാൻ പോകുന്നതെന്ന് ചോദിക്കും. അപ്പോഴാണ് അവളും അത് എന്തോ തെറ്റമ്മയെന്ന് പറഞ്ഞ് രണ്ടുപേരും തമ്മിൽ പരസ്പരം ഇഷ്ടത്തിലാന്ന് പറയുമ്പം അവളുടെ അമ്മയാണ് സമ്മതിക്കാതെ ഇങ്ങനത്തെ ഒരു ജീവിതം ഒരിക്കലും സമ്മതിക്കത്തില്ലെന്ന് പറഞ്ഞ് നാട്ടുകാരൊക്കെ പിന്നെ ഇവളായിരിക്കും മോശം പറയുന്നതെന്ന് പറയും. അങ്ങനെ ആ ഒരു അവസ്ഥ എന്റെ മകൾക്കൊരയിൽ നിന്ന് അവളുടെ അമ്മ കുറെ വിഷമിക്കുമ്പോൾ തന്നെ ഇവൾ അങ്ങനെ സംഭവിക്കത്തില്ലെന്ന് പറഞ്ഞ് രണ്ടുപേർ തമ്മിൽ നല്ലോണം മനസ്സിലാക്കിയിട്ട് പ്രണയിക്കുന്നതെന്ന് പറയും. പക്ഷെ ഇതൊന്നും കേൾക്കാതെ അവളുടെ അമ്മയും നിങ്ങൾ തമ്മിൽ എങ്ങനെ ചെയ്ത് ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞ് അവരവസാനം വരെ പറ്റത്തില്ലെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകും. എന്നിട്ട് വീട്ടിൽ വെച്ച് അച്ഛനോട് ഈ കാര്യം പറഞ്ഞ് ദേഷ്യത്തി ഇതിനൊരിക്കലും സമ്മതിക്കത്തില്ലെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പം അച്ഛനാണ് അത് പറയാൻ നമ്മളാരുമല്ല അവൾക്ക് ആലോചിക്കാനൊക്കെ പ്രായമായെന്ന് അറിഞ്ഞ് അവൾ എന്തായാലും കുറെ ആലോചിച്ചിട്ടായിരിക്കും ഈ ഒരു തീരുമാനത്തിൽ എത്തിയെന്ന് പറയും. അപ്പോഴാണ് ഇത് കേട്ട് അമ്മയും ദേഷ്യത്തി എന്നും പറഞ്ഞ് പാരന്റ്സ് ആയിട്ട് നമ്മളെന്ത് ചുമ്മാ ഇരിക്കുന്നോ നിങ്ങളൊക്കെ സത്യത്തിൽ അവളുടെ അച്ഛൻ തന്നെയാണോ എന്നിന് ഇവരിങ്ങനെ കുറെ ചൂടാകുമ്പോൾ തന്നെ അച്ഛനും പേടിച്ചിട്ട് എന്നാലും നമുക്കൊരു അളവിലൊക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റത്തുള്ളൂ ഇതൊക്കെ അവളുടെ ജീവിതമല്ലെന്ന് അറിഞ്ഞ് അച്ഛനും കുറച്ചൊക്കെ സപ്പോർട്ട് ചെയ്യാൻ നോക്കും. പക്ഷെ അമ്മയ്ക്കാണ് തൊട്ട് ഇഷ്ടപ്പെടാതെ അവര് കുറെ ടെൻഷനാകുന്നുണ്ട്. അവസാനം അച്ഛനും അവളുടെ അടുത്തും സംസാരിച്ചു നോക്കാന്ന് പറയുമ്പോൾ ഇവരും ദേഷ്യത്തി മിക്കവാറും നിങ്ങളുടെ മകളെ സപ്പോർട്ട് ചെയ്തായിരിക്കും സംസാരിക്കാമെന്ന് പറഞ്ഞ് കുറച്ച് കലിപ്പിച്ചൊക്കെ പോകും. അപ്പോഴാണ് അച്ഛനും അങ്ങനൊന്നുമില്ല ഞാൻ നിന്റെ സൈഡാന്ന് പറഞ്ഞ് ഇവിടെ അമ്മയെ സമാധാനപ്പെടുത്തും. അതേസമയം വീട്ടിൽ അറിഞ്ഞ കാര്യം ഇപ്പൊ സെൻജിങ് അവനോട് പറയുമ്പം അവനും പേടിച്ചിട്ട് എങ്കിൽ പിന്നെ മൊത്തത്തിൽ സീനായും ചോദിക്കും. അപ്പോഴാണ് അവളും അതൊന്നും കുഴപ്പമില്ല അമ്മ എപ്പോഴും ഇങ്ങനെ ദേഷ്യപ്പെടും ആദ്യം പ്രണയിച്ച കാര്യം അറിഞ്ഞപ്പോഴിങ്ങനെയാന്ന് പറഞ്ഞ് പിന്നീട് അവർ ദേഷ്യമൊക്കെ മാറിക്കോളും പറയും. അപ്പോഴാണ് അവനും എന്നിരുന്നാലും അവനും കുറച്ച് സങ്കടമെന്ന് പറഞ്ഞ് അവർക്ക് ഇവൻ ഇഷ്ടപ്പെട്ടില്ല എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുമ്പം അവൾ അങ്ങനൊന്നുമില്ല ഇത്രയും ദിവസം ഇവന് സ്വന്തം മോനെ പോലെ കണ്ടിട്ട് ഇപ്പൊ ഇങ്ങനെ റിലേഷൻ വന്നോണ്ട് അവർക്ക് ആ സമ്മതിക്കാൻ പറ്റത്തെന്ന് പറയും. അങ്ങനെ ആ സമയത്താണ് സെൻജിങ്ങിന്റെ അച്ഛനാണ് അവൾക്ക് മെസ്സേജ് ഇട്ട് നാളെ കാണാൻ വേണ്ടി വിളിക്കുന്നത്. അങ്ങനെ ആ കാര്യം അവനോട് പറഞ്ഞിട്ട് എല്ലാം നല്ല രീതിക്ക് പോകുന്നറിഞ്ഞ് അവനെ സമാധാനപ്പെടുത്തും. അങ്ങനെ അതോടെ നമ്മൾ ഇടുന്നത് എപ്പിസോഡ് എടുത്തിരുന്ന് വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്തിട്ട് മറക്കാൻ നിങ്ങളുടെ ഫ്രണ്ട്സിലെ ഷെയർ ചെയ്യുക. സോ ഇനിയിപ്പോൾ നമുക്ക് അടുത്ത എപ്പിസോഡായിട്ട് നാളെ കാണാം.
talked, you had nothing to say. You chose to walk, give what we had away. I hope you get